ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു എളുപ്പത്തിലുള്ള 3-4 ചേരുവകൾ വെച്ചിട്ടുള്ള നല്ലൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചൈന ഗ്രാസോ ജെലറ്റിനോ കസ്റ്റർഡ് പൗഡർ ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും കോഫി ലവറായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കാണുമ്പോൾ ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഒരു സോസ് പാൻ എടുക്കുക, അതിലോട്ട് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരമല്ല, നല്ല മിതമായ മധുരമാണ് ഇതിൽ വരുന്നുള്ളത്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ചൈന ഗ്രാസിൻ്റെയോ ജെലറ്റിൻ്റെയോ അതായത് പിന്നെ കസ്റ്റർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. ഇപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, അതെല്ലാവരും വീട്ടിൽ കാണുമല്ലോ കോൺഫ്ലോർ. അത് ഞാൻ ഈ അളവൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് ഫ്ലേവറായിട്ട് ഉപയോഗിക്കുന്നത് കോഫി പൗഡറാണ്. അതും കോഫി ലവറിൻ്റെ വീട്ടിലൊക്കെ കാണുമല്ലോ. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലെന്ന് വെച്ചാൽ 500 ഗ്രാമാണ്. 2 കപ്പ് പാല്, 250ൻ്റെ 1 കപ്പിനനുസരിച്ചിട്ട് അങ്ങനെ 2 കപ്പ് പാല് ഞാനൊന്ന് ഇളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കോഫി ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഫിൽറ്റർ കോഫി, അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ പാല് ചൂടാക്കിയിട്ടുള്ളത്. അല്ലാതെങ്കിൽ നിങ്ങൾക്ക് മറ്റു കോഫി ആണെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. പാല് അങ്ങനെ തന്നെ തണുത്ത പാലെന്നെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനൊന്ന് അരിച്ച് വരാം. ഇതിലൊരു തരിപ്പുണ്ടല്ലോ, ഫിൽറ്റർ കോഫി, അതിൻ്റെ പേരിലാണ് ഞാനിതിനൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല തിള വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ കോൺഫ്ലോർ ഉണ്ട്, അതിൻ്റെ പേരിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒന്നും കൂടി ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 50 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഡാർക്കോ മിൽക്കോ ഏത് വേണമെങ്കിലും. അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 50 ഗ്രാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതിപ്പോൾ കണ്ടല്ലോ, നല്ലവണ്ണം ഒന്ന് തിളച്ചിട്ട് കുറുകാൻ തുടങ്ങുന്നുണ്ട്. ഒന്നും കൂടി കുറുകുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ട്രേയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണ് പുഡിങ് സെറ്റാക്കാനുള്ളത് പാത്രം അതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ട്രേയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു 2-3 മണിക്കൂർ തണുക്കാനായിട്ട് അനുവദിക്കുക. അപ്പോഴേക്കും നല്ല സെറ്റായി കിട്ടുക പുഡിങ്, നല്ല ടേസ്റ്റും. അപ്പോഴേക്കും നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്കൊരു കപ്പ് എടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാരയും എടുക്കണം. 1 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടി എടുക്കണം. ഇത്രയും മതി. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് അടിക്കണം. നിങ്ങളുടെ കയ്യിൽ സ്പൂൺ വെച്ചിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഫ്രോത്തർ വെച്ചിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് അടിച്ചാലും മതി. ഏതാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളത് അത് വെച്ചിട്ട് അടിച്ചാൽ മതി. ഞാൻ നല്ലൊരു ക്രീം രൂപത്തിലാക്കി കിട്ടണം ഇതിനെ. 1-2 മിനിറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ നല്ലൊരു ക്രീമി ഫോമിൽ കിട്ടും. കണ്ടല്ലോ, ഞാൻ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പുഡിങ്ങൊക്കെ നല്ല രീതിയിൽ നല്ല ഉറച്ച് വന്നിട്ടുണ്ട്, നല്ല തണുപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് എല്ലായിടത്തും ചുറ്റിനൊന്ന് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടോ അല്ലാതെ ഇങ്ങനെയോ ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയുണ്ട് ഇത്. ഇപ്പോൾ നമുക്ക് സ്പൂണിൻ്റെ സഹായത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ എല്ലായിടത്തും ഇതാക്കി കൊടുത്തിട്ടുണ്ട്. സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും സ്പ്രെഡ് ആകുന്നതാണ്. മുകളിലോട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മധുരമുള്ള കൊക്കോ പൗഡർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുണ്ടെങ്കിലും ഇതിന് മുകളിലോട്ട് കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഷുഗർലെസ് കൊക്കോ ആയതിൻ്റെ പേരിൽ ഞാനിപ്പോൾ അത് ഇടുന്നില്ല. കോഫിയാണല്ലോ, ഓൾറെഡി കയ്പ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് ബൂസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയൊന്നും ഇരിക്കട്ടെ. ഒരു ഗസ്റ്റൊക്കെ വന്ന് ആക്കി കൊടുക്കുമ്പോൾ അവർ ചോദിക്കണമല്ലോ നമ്മളോട്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇത്ര എളുപ്പത്തിൽ, ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും ഇല്ലാണ്ട്, കസ്റ്റർഡ് പൗഡർ ഒന്നും ഇല്ലാണ്ടല്ലേ റെഡിയാക്കിയിട്ടുള്ളത് എന്ന്.
കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കോരിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഉണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും ഉള്ളിലേക്ക് തരാനും മറക്കരുത്.